പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനെതിരായ SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെയും NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായരുടെയും വിമർശനത്തിൽ കരുതലോടെ പ്രതികരിച്ച് UDF നേതാക്കൾ. വെള്ളാപ്പള്ളിക്ക് മറുപടി പറയേണ്ടെന്ന നിലപാടിലാണ് മുസ്ലിം ലീഗ് നേതൃത്വം. അനാവശ്യ ചർച്ചകൾ ഒഴിവാക്കാൻ പ്രവർത്തകർക്ക് നിർദ്ദേശം നൽകി. NSSുമായി അനുനയ ശ്രമം നടത്താനാണ് നീക്കം. TV പ്രസാദാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. പ്രസാദ്, കഴിഞ്ഞ ദിവസം വി.ഡി. സതീശനെതിരായ കടന്നാക്രമണം നമ്മൾ കണ്ടതാണ്. പക്ഷേ വളരെ കരുതലോടെയുള്ള പ്രതികരണം, അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസ് നേതാക്കൾ ഒഴികെ ബാക്കി മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ ആരും ഇതിനോട് പ്രതികരിച്ചിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. അപ്പോൾ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുള്ള വിവാദങ്ങൾ, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ വിവാദങ്ങളിലേക്ക് കടക്കേണ്ട എന്നൊരു തീരുമാനത്തിലാണോ ഇത്തരത്തിലൊരു നീക്കം? ഒപ്പം സുകുമാരൻ നായരെ അനുനയിപ്പിക്കാനുള്ള ശ്രമം കൂടി കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമെന്നാണോ പ്രതീക്ഷിക്കുന്നത്? ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമുള്ളത്, എങ്ങനെയാണ് ഈ രണ്ട് സമുദായ നേതാക്കളും ഒരേ സമയം വാർത്താ സമ്മേളനം നടത്തിയത് എന്നുള്ളത് തന്നെയാണ് കോൺഗ്രസിനെ അലട്ടുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം. ഏതോ കേന്ദ്രത്തിൽ നിന്നുള്ള തീരുമാനം എന്നോണമാണ് ഇത് ഉണ്ടായത് എന്നാണ് അവർ കരുതുന്നത്. മാത്രമല്ല, ഇതിലൊരു പ്രധാനപ്പെട്ട പ്രശ്നം, മതേതര ഇമേജ് വി.ഡി. സതീശന് ഉണ്ടാകുമെങ്കിലും ജനങ്ങളുടെ ഇടയിൽ വലിയ കയ്യടി കിട്ടുമെങ്കിലും ഹൈക്കമാൻഡ് ഇതിനെ എങ്ങനെ കാണും എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിലെ വെള്ളാപ്പള്ളി നടേശനും അതുപോലെ തന്നെ G. സുകുമാരൻ നായരും ഐക്യം എന്ന് പറഞ്ഞുകൊണ്ട് സംഘടിച്ചത് മുഴുവൻ വി.ഡി. സതീശനെതിരാണ് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലാണ് രണ്ടുപേരുടെയും പ്രസ്താവന ഉണ്ടായത്. ഈ സമയമത്രയും യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ ജനീഷ് ഒഴികെ ആരും വി.ഡി. സതീശനെ പ്രതിരോധിച്ചുകൊണ്ട് രംഗത്തെത്തിയില്ല എന്നുള്ളതാണ്. അതായത് G. സുകുമാരൻ നായർ അടക്കം പതിവിൽ നിന്ന് വിപരീതമായി വാർത്താ സമ്മേളനം നടത്തുന്നു. അതിൽ വി.ഡി. സതീശനെതിരെ കടുത്ത ഭാഷയിൽ വിമർശനം ഉന്നയിക്കുന്നു. പക്ഷേ എന്നിട്ട് പോലും കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ ആരും വി.ഡി. സതീശനെ പ്രതിരോധിക്കാൻ എത്തുന്നില്ല എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് തൊട്ടടുത്ത് നിൽക്കുന്ന ഘട്ടമാണ്. ഈ ഘട്ടത്തിൽ വി.ഡി. സതീശൻ പക്ഷേ സ്വയം പ്രതിരോധം തീർക്കുകയാണ്. മതേതര നിലപാടുമായി താൻ മുന്നോട്ട് പോകും എന്നുള്ളതാണ് പറയുന്നത്. വെള്ളാപ്പള്ളി നടേശനാണെങ്കിൽ എപ്പോഴും പറയുന്നത് വർഗീയത മാത്രമാണ്. പ്രത്യേകിച്ച് മുസ്ലിം ന്യൂനപക്ഷങ്ങളെ ലക്ഷ്യമിട്ടുകൊണ്ട് മുസ്ലിം ലീഗിനെ എന്ന് പറയുന്നത് പോലെയാണ് മുസ്ലിങ്ങളെ വലിയ തോതിലുള്ള ആക്രമണത്തിന് വെള്ളാപ്പള്ളി നടേശൻ തൻ്റെ നാവുകൊണ്ട് വിധേയമാക്കുന്നത് എന്നുള്ളതാണ്. വെള്ളാപ്പള്ളി നടേശനും ഈ പറയുന്ന സുകുമാരൻ നായരും ഒരേ സ്വരത്തിൽ വി.ഡി. സതീശനെ വിമർശിച്ചതാണ് വലിയ തോതിലുള്ള ഒരു പ്രതിസന്ധി കോൺഗ്രസിന് ഉണ്ടാക്കിയത്. നേരത്തെ പറഞ്ഞതുപോലെ രണ്ട് സമുദായ നേതാക്കളെയും അനുനയിപ്പിക്കാനുള്ള ശ്രമം ഇനിയിപ്പോൾ ഉണ്ടാകും. NSSുമായി അടുത്ത ബന്ധമുള്ള കൊടിക്കുന്നിൽ സുരേഷ് ഇന്നലെ തന്നെ ചങ്ങനാശ്ശേരിയിൽ പരുന്ന ആസ്ഥാനത്ത് എത്തിയിരുന്നു, നമ്മൾ കണ്ടതാണ്. അങ്ങനെ എല്ലാ നേതാക്കളും ഇനിയിപ്പോൾ ഈ പ്രശ്നം എങ്ങനെയെങ്കിലും പരിഹരിക്കാനുള്ള ഒരു ശ്രമമായിരിക്കും ഉണ്ടാവുക. പക്ഷേ എന്നാലും വി.ഡി. സതീശനെതിരെ അതിരൂക്ഷമായ വിമർശനങ്ങൾ ഉന്നയിച്ചിട്ടും എന്തുകൊണ്ടാണ് മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ വി.ഡി. സതീശൻ അങ്ങനെയല്ല മതേതര നിലപാട് ഉയർത്തിപ്പിടിക്കുന്ന നേതാവാണെന്ന് പറഞ്ഞ് രംഗത്തെത്താത്തത് എന്നുള്ളതാണ് എല്ലാവരിലും കൗതുകം പടർത്തുന്നത്. ശരി, TV പ്രസാദാണ് വിശദാംശങ്ങൾ നൽകിയത്.